നമസ്കാരം. കോവിഡ്-19 കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം 43 രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ 2286 എമിറേറ്റ്സുകളെയും അവരുടെ കൂട്ടാളികളെയും UAE തിരിച്ചെത്തിച്ചതായി UAE ഞായറാഴ്ച അറിയിച്ചു കഴിഞ്ഞു. എമിറാത്തുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ 86 വ്യോമ കര ഓപ്പറേഷനുകൾ നടത്തി. 16 കൂടി പൂർത്തിയാക്കാനുണ്ടെന്നും UAE വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 127 കര വ്യോമ പ്രവർത്തനങ്ങൾ വഴി UAE നിന്ന് 22,900 വിദേശ പൗരന്മാരെ തിരിച്ച് അയച്ചതായും 27 പ്രവർത്തനങ്ങൾ കൂടി നടന്നു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. UAE ദേശീയ വിമാന കമ്പനികളിൽ 500-185 വിദേശ പൗരന്മാരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. വിദേശ മലയാളികൾ കൂട്ടമായി തിരിച്ചെത്തുന്ന പക്ഷം സുരക്ഷിതമായി ക്വാറന്റൈനിൽ പാർപ്പിക്കാനുള്ള ആസൂത്രണം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുക. കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനമുണ്ടായാൽ പ്രതിദിനം 6000 പേരെങ്കിലും സംസ്ഥാനത്ത് എത്തുമെന്നാണ് നിഗമനം. സർവീസുകൾ നിർത്തിവെക്കുന്നതിന് മുമ്പ് പ്രതിദിനം കേരളത്തിലെത്തിയിരുന്നത് 90 മുതൽ 100 രാജ്യാന്തര വിമാനങ്ങളാണ്. ശരാശരി സീറ്റുകളുടെ എണ്ണം 18,000 ആയിരുന്നു. കോവിഡ് സുരക്ഷയുടെ ഭാഗമായി വിമാനത്തിൽ 1/3 യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നാണ് സൂചന. ഇത് പ്രകാരമാണ് പ്രതിദിനം 6000 പേർ എത്തുമെന്ന കണക്കുള്ളത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ അറിയിക്കുവാൻ നോർക്ക ഒരുക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ പ്രകാരം 100,000-ലേറെ പേർ എത്തുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടിയിരുന്നത്. അതാത് രാജ്യങ്ങളിൽ പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരിച്ച ശേഷമേ യാത്രയ്ക്ക് അനുമതി നൽകൂ. സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ പാസും നിർബന്ധമാക്കും. വിമാനത്താവളങ്ങളിൽ പരിശോധന നടത്തി കോവിഡ് കെയർ ഹോമുകളിൽ എത്തിക്കുകയും ഫലം നെഗറ്റീവ് ആയാൽ വീടുകളിൽ ക്വാറന്റൈൻ അനുവദിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര തീരുമാനം ആയതിനാൽ പ്രവാസികളെ മുൻഗണനാക്രമത്തിൽ വിവിധ ഘട്ടങ്ങളായാകും തിരികെ എത്തിക്കുക. രോഗികൾ, സ്ത്രീകൾ, വയോധികർ, കുട്ടികൾ എന്നിവർക്കായിരിക്കും മുൻഗണന. കോവിഡ് സാമൂഹ്യവ്യാപനം ഉണ്ടായാൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കുവാനും മറ്റുമായി സർക്കാർ 2,00,000-ലേറെ മുറികൾ സജ്ജമാക്കുന്നുണ്ട്. പാർപ്പിക്കാനുള്ള സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.